പി ആർ സുനിൽ കൂടിയുണ്ട് ഡൽഹിയിൽ നിന്നും. സുനിൽ, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് ദേശീയ നേതൃത്വത്തിന് കൂടി താല്പര്യമുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് നിർദ്ദേശിക്കപ്പെട്ട പേര് എന്ന രൂപത്തിൽ വ്യത്യസ്തനാവുകയാണ്. സാധാരണഗതിയിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു താല്പര്യം കൂടി പരിഗണിച്ചുള്ള ഒരു പേരാണ് വരിക. രാജീവ് ചന്ദ്രശേഖർ പക്ഷേ ദേശീയ നേതൃത്വത്തിന് ഏറ്റവും അടുപ്പമുള്ള നേതാവ് എന്ന നിലയ്ക്ക് ആ പേരിലേക്ക് എത്തുമ്പോൾ BJP ദേശീയ തലത്തിൽ ആലോചന എന്താണോ അത് കേരളത്തിൽ കൃത്യമായി നടപ്പാക്കുന്നതിലേക്ക് ഇനി കാര്യങ്ങൾ പോകുന്നു. ഒരുപക്ഷെ സംസ്ഥാനത്തെ BJPയുടെ പ്രവർത്തനം വേറെ രൂപത്തിലേക്കാകുന്നു എന്നുകൂടി വിലയിരുത്തേണ്ടി വരില്ലേ? സ്മൃതി, ജനുവരി 3 നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകാൻ പോകുന്നു എന്ന വാർത്ത. അന്ന് അമിത്ഷായും മോദിയും എടുത്ത ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ ആയിരുന്നു അന്ന് ദില്ലിയിൽ പുരോഗമിച്ചിരുന്നത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൽ BJPയുടെ അധ്യക്ഷനാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് മോദിയും അമിത്ഷായും ചേർന്ന് തന്നെയാണ്. കേരളത്തിൽ BJPയുടെ ഇപ്പോഴത്തെ പോക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ ദേശീയ നേതൃത്വത്തിന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. പ്രത്യേകിച്ച് പല ധ്രുവങ്ങളായി സംസ്ഥാനത്തെ BJP നേതാക്കൾ മാറുന്ന ഒരു സാഹചര്യം. അപ്പോൾ BJPയിലെ ഈ ഗ്രൂപ്പും BJPയിലെ ഈ പല ധ്രുവങ്ങളായുള്ള പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ BJPയുടെ വളർച്ചയ്ക്ക് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന് തന്നെയായിരുന്നു ദേശീയ നേതാക്കളുടെ വിലയിരുത്തൽ. ഈ ഒരു അടിസ്ഥാനത്തിൽ നിലവിലുള്ള നേതാക്കളെ മുന്നിൽ നിർത്തി BJP മുന്നോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് വലിയൊരു മാറ്റം BJPക്ക് ഉണ്ടാകണം. BJPയുടെ മുഖം മാറണം. BJPയുടെ മുഖം മാറി ഒരു നല്ല പ്രവർത്തനമുണ്ടായാൽ കേരളത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും എന്നതാണ് ദേശീയ നേതൃത്വം വിലയിരുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പല ചർച്ചകൾ നടന്നിരുന്നു. രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ച് അമിത്ഷാ ചർച്ചകൾ നടത്തി. ആദ്യം രാജീവ് ചന്ദ്രശേഖരന് ഈ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിനോട് വലിയ വിയോജിപ്പായിരുന്നു. കാരണം കേരളത്തിൽ ഉള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങളായിരുന്നു പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത്തരം പ്രതിസന്ധികൾ ഉണ്ടാകില്ല എന്ന് ദേശീയ നേതൃത്വം ഉറപ്പു നൽകിയിട്ടുണ്ട്. ഏതായാലും ദേശീയ നേതൃത്വം അത് അമിത്ഷായും മോദിയും ചേർന്നെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ അധ്യക്ഷനായി വരാൻ പോകുന്നത്. ഏതായാലും അങ്ങനെ ദേശീയ നേതൃത്വം നേരിട്ട് തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായും സംസ്ഥാനത്ത് യാതൊരുവിധ പ്രതിസന്ധികളും അത്തരത്തിൽ ഉണ്ടാകില്ല എന്ന് ദേശീയ നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. ഏതായാലും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് നേരത്തെ രഞ്ജിത്തൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്നാണ് പ്രധാനമായും ദേശീയ നേതാക്കളൊക്കെ തന്നെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച നേതാവ് എന്ന തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെ ദേശീയ നേതാക്കൾ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ വെറും 23 ദിവസം കൊണ്ടാണ് വലിയൊരു മുന്നേറ്റം രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കിയത്. വിജയത്തിന് അരികെ വരെ എത്താൻ കഴിയുന്ന ഒരു പ്രകടനം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ കാഴ്ചവെച്ചു. മാത്രമല്ല ഈ സാമുദായിക സംഘടനകളുമായിട്ടുള്ള ഒരു ബന്ധം, ഇതൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പ്രധാനമായും പരിഗണിക്കാനുള്ള ഒരു കാരണമായി എന്ന് നമുക്ക് വിലയിരുത്താം. ഏതായാലും ഒരു ദേശീയ ഇടപെടൽ കൊണ്ട് എടുത്തൊരു തീരുമാനമാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷന്റെ നിയമനം.